നമസ്തേ. ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ജന്മനക്ഷത്രമാണ്. തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റു ചടങ്ങുകളും അനുഷ്ഠിക്കുന്നു. വിവാഹിതകൾ ദീർഘമംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള പ്രാർത്ഥനയോടുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയുമുണ്ട്. ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതീദേവിയായിരുന്നു. കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഐതിഹ്യമുണ്ട്. ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകും എന്നാണ് വിശ്വാസം. വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര പൂത്തിരുവാതിര എന്നും അറിയപ്പെടുന്നു. മകയിരം, തിരുവാതിര എന്നീ 2 ദിനങ്ങളിലും വ്രതം ആചരിക്കുന്നത് ഉത്തമമാണ്. മകയിരം നൊയമ്പ് മക്കളുടെ അഭിവൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ്. മകയിരം നൊയമ്പ് ഒരിക്കലോടെയാണ് അനുഷ്ഠിക്കേണ്ടത്. മകയിര ദിനത്തിൽ എട്ടങ്ങാടി ചുട്ട് നിവേദിക്കണമെന്നാണ് ചിട്ട. കാച്ചിൽ, ചേന, കൂർക്ക, നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, ചെറുചേമ്പ്, വലിയ ചേമ്പ്, മധുരക്കിഴങ്ങ് എന്നീ 8 കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കര പാവുകാച്ചി നാളികേരവും പഴവും വൻപയർ വേവിച്ചത് കരിമ്പും മറ്റും ചേർത്താണ് എട്ടങ്ങാടി വിഭവം തയ്യാറാക്കുന്നത്. ഗണപതിക്കും ശിവനും പാർവതിക്കും നേദിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും ഭക്ഷിക്കാം. തിരുവാതിര വ്രതാനുഷ്ഠാനം ഇങ്ങനെ: തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നന്ന്. അതിനുശേഷം വാലിട്ട് കണ്ണെഴുതുകയും മഞ്ഞളും ചന്ദനവും ചേർത്ത് കുറിതൊടുകയും സീമന്തരേഖയിൽ പാർവതീദേവിയെ സ്മരിച്ചുകൊണ്ട് സിന്ദൂരം അണിയുകയും ചെയ്യുക. സിന്ദൂരം അണിയുമ്പോൾ ലളിതേ സുഭഗേ ദേവി സുഖസൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എന്ന മന്ത്രം 3 തവണ ജപിക്കുക. അന്നേ ദിവസം അരിയാഹാരം ഒഴിവാക്കി തിരുവാതിരപ്പുഴുക്ക്, കൂപ്പ് കുറുക്കിയത്, ഗോതമ്പ്, പഴങ്ങൾ, എരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം. പഞ്ചാക്ഷരി മന്ത്രം, പഞ്ചാക്ഷരി സ്തോത്രം, ശിവപുരാണം, ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നത് ശിവപ്രീതിക്ക് എളുപ്പമാർഗമാണത്രേ. അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമം. ഭാര്യ ഭർത്തൃ ഐക്യം വർദ്ധിപ്പിക്കാൻ 108 തവണ ഓം ശിവശൈത്യയ്ക്ക് രൂപിണ്യേ നമ എന്ന് ജപിക്കണം. കൂടാതെ ഉമാമഹേശ്വരനെ ഒന്നിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ, ശിവായ നമ എന്ന് വ്രതാനുഷ്ഠാനത്തിനുടനീളം ജപിക്കുന്നത് അത്യുത്തമം. തിരുവാതിര രാത്രിയിലാണ് പാതിരാപ്പൂ ചൂടൽ. സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളിച്ചതിനു ശേഷം പാതിരാപ്പൂ ചൂടൽ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ചടങ്ങിൽ ആദ്യം ദശപുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കാൻ യാത്ര തിരിക്കുന്നു. ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നവരാണ് കത്തിച്ച വിളക്ക്, ദശപുഷ്പങ്ങൾ, അഷ്ടമംഗല്യം, കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ പിടിക്കേണ്ടത്. മറ്റുള്ളവർ ഇവരെ അനുഗമിച്ചുകൊണ്ട് ഒന്നാകും മതിലകത്ത് ഒന്നല്ലോ പൂത്തിളങ്ങി എന്ന് തുടങ്ങുന്ന പാട്ട് കൈകൊട്ടി ഉച്ചത്തിൽ പാടും. വ്രതദിനത്തിൽ ഭക്തിയോടെ ദശപുഷ്പം ചൂടണമെന്നാണ് ചിട്ട. ദശപുഷ്പത്തിലെ ഓരോ പൂ ചൂടുന്നതിനും ഓരോരോ ഫലങ്ങളാണ്. കയ്യോന്നി: ശിവനാണ് ദേവൻ. പഞ്ചപാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. മുക്കുറ്റി: പാർവതീദേവിയാണ് ദേവത. ഭക്തിയോടെ മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃസൗഖ്യവും പുത്രഭാഗ്യവും ലഭിക്കുന്നു. കൃഷ്ണക്രാന്തി: മഹാവിഷ്ണുവാണ് ദേവൻ. കൃഷ്ണക്രാന്തി ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കുന്നു. തിരുതാളി: മഹാലക്ഷ്മിയാണു ദേവത. ദേവീപ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നു. കറുക: ആദിത്യനാണ് ദേവൻ. കറുക ചൂടിയാൽ ആദികളും വ്യാധികളും ഒഴിയുന്നു. പൂവാംകുരുനില: ബ്രഹ്മാവാണ് ദേവൻ. ദാരിദ്ര്യദുഃഖം തീരാനാണ് പൂവാംകുരുനില ചൂടുന്നത്. മുയൽ ചെവിയൻ: കാമൻ ദേവത. മംഗല്യസിദ്ധിക്കാണ് മുയൽ ചെവിയൻ ചൂടാറുള്ളത്. ഉഴിഞ്ഞ: ഇന്ദ്രാണിയാണ് ദേവത. അഭീഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാൽ ഫലം. ചെറുള: യമദേവനാണ് ദേവൻ. ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. നിലപ്പന: ഭൂമിദേവിയാണ് ദേവത. പാപങ്ങൾ അകന്നുപോകുന്നു. തിരുവാതിര നാൾ കഴിഞ്ഞ് അരിഭക്ഷണം കഴിച്ചോ ശിവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.